പട്ടാമ്പിയിൽ കരാറുകാരുടെ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളെ മർദ്ദിച്ച ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് എതിരെ നടപടി എടുക്കണമെന്ന ആവശ്യവുമായി കരാറുകാരുടെ കൂട്ടായ്മ രംഗത്ത്. കൂലി വർധനവ് ആവശ്യപ്പെട്ടാണ് ഒരു വിഭാഗം തൊഴിലാളികൾ തങ്ങൾക്ക് നേരെ അക്രമാസക്തരായതെന്നും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൂലി വർധനവുമായി ബന്ധപ്പെട്ട് ചെറുകിട കരാറുകാരുടെയും ഗവൺമെന്റ് കരാറുകാരുടെയും മറ്റും നേതൃത്വത്തിൽ രൂപീകരിച്ച കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തിയത്. ജില്ലാ ലേബർ ഓഫീസുമായി നടത്തിയ ചർച്ചയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുള്ള കൂലി നിശ്ചയിച്ചിരുന്നു. ഇതുപ്രകാരം മേസന് 900 രൂപ മുതൽ 950 വരെയും ഹെൽപ്പർക്ക് 800 രൂപയുമാണ് വേതനമായി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അവശ്യ സാധനങ്ങളുടെ വില വർധനവ് കണക്കിലെടുത്ത് ഹെൽപ്പർമാർക്ക് 900 രൂപയും ചിലവും മേസന് 1150 രൂപയും ചിലവും കൊടുക്കാൻ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. ഇക്കാര്യം തൊഴിലാളികളെയും ഇടനിലക്കാരെയും ധരിപ്പിച്ച വേളയിലാണ് ഒരു വിഭാഗം ഇതര സംസ്ഥാന തൊഴിലാളികൾ തങ്ങൾക്ക് നേരെ അക്രമാസക്തരായത്. തൊഴിലാളികൾക്ക് ഇടയിലെ ക്രിമിനലുകളാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് മുതിർന്നത്. ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തൊഴിലാളികൾക്കിടയിലെ ഇടനിലക്കാരാണ് വേതനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തുന്നത്. നിലവിലെ കൂലിയിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവരെ പോലും ഇത്തരക്കാർ ഫലമായി വിലക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 700 രൂപ സ്ത്രീകൾക്കും 800 രൂപ പുരുഷന്മാർക്കുമായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. ആ കൊടുത്തിരുന്ന ശമ്പളം ഇവർ നാട്ടിലേക്ക് പോയി ഇവിടെ ആളുകൾ കുറവായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് ആ സമയം നോക്കി നമ്മൾ 900, 1000 പിന്നെ ഇങ്ങനെ കൂട്ടിയ ഓരോ വീടും ആളുകൾക്ക് അനുസരിച്ച് വാങ്ങുകയുണ്ടായത്. അതായത് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ കൃത്യമായി അവരോട് ഇടപെടുകയും അവിടെ ഈ ഏകോപന സമിതി രൂപീകരിച്ചതിന് ശേഷം നമ്മൾ അവിടെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് പറഞ്ഞു, ഇതാണ് രീതി, ഇതാണ് ശമ്പളം, ഇതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ സാഹചര്യത്തിൽ കൂട്ടാനും കഴിയില്ല. ഇത് ലേബർ ഓഫീസർ നിശ്ചയിച്ച തുക 800 രൂപ ഹെൽപ്പർക്കാണ്. ആ ഹെൽപ്പറുടെ 800 രൂപ എന്നുള്ളത് അവരുടെ അടിസ്ഥാന വേതനാണ്. അത് അവർ ഫുഡ് അതുപോലെ അവരുടെ യാത്രാ ചെലവ് ഒക്കെ ഉൾപ്പെടെ 800 രൂപയിൽ ഉൾപ്പെടാം എന്നാണ്. നമ്മൾ 900 രൂപ കൊടുക്കുക എന്നത് ആ 900 രൂപയുടെ പുറമെ ആ 900 രൂപ അവരെ കയ്യിൽ നിർബന്ധമായി കിട്ടും. അവരെ ഭക്ഷണം നമ്മൾ കൊടുക്കും, അവരുടെ യാത്രാ ചെലവ് കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ 900-ന് പുറമെ അവർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മേശൻ സ്കിൽഡ് ലേബേഴ്സ് അവർക്ക് 1150 രൂപയും അവരുടെ വേതനമായിട്ടും അതുപോലെ അവർക്ക് ചെലവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഉണ്ടായിട്ടുള്ള വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ 900 രൂപക്ക് പണിക്ക് വരാൻ തയ്യാറായിട്ടുള്ള കൂലിക്കാരവിടെ ഉണ്ട്. പണിക്കാർ 900 രൂപക്ക് വരാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ ഇടനിലക്കാരായി നിൽക്കുന്ന ഏജന്റുമാരാണ് പട്ടാമ്പിയിലെ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദി. കരാറുകാർക്കെതിരെയുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. തൊഴിലാളി ക്ഷാമം നേരിട്ട വേളയിൽ പ്രവൃത്തികൾ മുടങ്ങാതിരിക്കാൻ അധിക വേതനം നൽകിയിരുന്നുവെങ്കിലും അത് തുടരാൻ കഴിയില്ലെന്നും ഇവർ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ AM യൂസഫ്, സെക്രട്ടറി ഹരികുമാർ, ട്രഷറർ ഇബ്രാഹിം, KP കമാൽ, അമീർ എന്നിവർ പങ്കെടുത്തു. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.